Good morning students. Welcome to Political Science class 8. Today we are going to study a remaining part of the lesson confronting marginalization. We have already learned about invoking fundamental rights, laws for the marginalized, promoting social justice. ഈ മൂന്നെണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊട്ടക്ടിംഗ് ദ റൈറ്റ്സ് ഓഫ് ദളിറ്റ്സ് ആൻഡ് ആദിവാസീസ്, ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട് 1989, ദെൻ ആദിവാസി ഡിമാൻഡ് ആൻഡ് ദി 1989 ആക്ട്. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ഓക്കെ കൺഫ്രണ്ടിങ് മാർജിനലൈസേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രൊട്ടക്റ്റിംഗ് ദ റൈറ്റ്സ് ഓഫ് ദളിറ്റ്സ് ആൻഡ് ആദിവാസീസ്. ഇൻ അഡീഷൻ ടു പോളിസീസ്, അവർ കൺട്രി ഹാസ് ഓൾസോ സ്പെസിഫിക് ലോസ് ദാറ്റ് ഗാർഡ് എഗൻസ്റ്റ് ദ ഡിസ്ക്രിമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മാർജിനൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ഈ നമ്മുടെ നയങ്ങൾക്ക് പുറമെ നമ്മുടെ രാജ്യത്തിൽ ചില പ്രത്യേക നിയമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ എന്താണ്, ഈ കേസ് സ്റ്റഡി നോക്കിയാൽ ഈ നിയമങ്ങളൊക്കെ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ, ലെറ്റ് us റീഡ് ദ ഫോളോവിങ് കേസ് സ്റ്റഡി. നമുക്ക് ഈ കേസ് സ്റ്റഡി ഒന്ന് നോക്കുക, അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ നിയമങ്ങൾ എന്താണ്, ദളിതിന് പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദ വില്ലേജേഴ്സ് ഓഫ് ജഗ്മൽപൂർ ആർ ഗിയറിംഗ് അപ്പ് ഫോർ എ ബിഗ് ഫെസ്റ്റിവൽ. Once in 5 years, the local deity is honored and priests from 20 neighboring villages come for his 5-day event. ഇവിടെ ഒരു കഥ പറയുന്നുണ്ട്. എന്താണ്, ജഗ്മൽപൂർ എന്ന ഗ്രാമവാസികൾ ഒരു വലിയ ഉത്സവത്തിനായിട്ട് ഒരുങ്ങിയാണ്. 5 വർഷത്തിലൊരിക്കലാണ് പ്രാദേശിക ദേവതയെ ബഹുമാനിക്കുകയും പുരോഹിതരാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ 5 ദിവസത്തെ പരിപാടിക്ക് വേണ്ടി 20 നെയ്ബറിങ് വില്ലേജേഴ്സ് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അപ്പം അവർ എന്ത് ചെയ്യണം, ഈ സെറിമണിയിൽ ഈ ദളിത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യണം, ഈ പുരോഹിതന്മാരുടെ പാദങ്ങൾ കഴുകുകയും പിന്നെ എന്നിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുകയും ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത ടാസ്ക് രത്നത്തിൻ്റെ ഫാമിലിക്കാണ് വന്നത്. അപ്പം രത്നത്തിൻ്റെ ഫാമിലിയിലെ അച്ഛനും മുത്തശ്ശനുമൊക്കെ ഈ വർക്ക് ചെയ്തു. പക്ഷേ അവരെ ഒരിക്കലും ക്ഷേത്രത്തിൽ, ഇവർക്ക് ദളിതിന് ഒരിക്കലും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ലായിരുന്നു, അല്ലേ? അപ്പം അവർക്ക് ഇങ്ങനെ ഒരു ഇത് ലഭിച്ചപ്പോൾ അവർക്കത് വലിയ ബഹുമതിയായിട്ടാണ് കാണുന്നത്. ഇനിയും ആരുടെ, രത്നത്തിൻ്റെ ഊഴമായിരുന്നു. നൗ ഇറ്റ് വാസ് രത്നംസ് ടേൺ. Ratnam was all of 20 years studying engineering in a nearby college. He refused to perform the ritual. അപ്പോൾ എന്താണ്, രത്നം അടുത്തുള്ള കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. അവൻ ഈ ആചാരം നടത്താനായിട്ട് വിസമ്മതമാണ് ചെയ്തത്, അല്ലേ? He said that he had no faith in practice and that his family members were forced to perform this ritual because they were Dalits. അപ്പം അവരുടെ ഫാമിലി ഉള്ളവർ പറഞ്ഞു, നമ്മൾ ദളിതായതുകൊണ്ട് നമുക്കിത് എന്താണെങ്കിലും ചെയ്യണം, ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ രത്നംസ് refusal angered both of powerful castes in the village and some families from his own community. അപ്പോൾ രത്നത്തിൻ്റെ ഈ നിർദ്ദേശം അവിടുത്തെ ഗ്രാമത്തിലെ ശക്തരായ ജാതിക്കാരും അവരുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ദേഷ്യം വന്നു. അപ്പം ശക്തരായ ജാതിക്കാരൊക്കെ ഞെട്ടി, അല്ലേ? ഇങ്ങനെ ഈ ചെറുപ്പക്കാരന് ഇത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായോ എന്ന്. ദ പവർഫുൾ കാസ്റ്റേഴ്സ് വെർ ഷോക്ക്ഡ്. ഓക്കെ അപ്പോൾ രത്നസ് എഡ്യൂക്കേഷനാണ് ഇതിനെല്ലാം കാരണമെന്ന് അവർ വിചാരിച്ചു. ഓക്കെ, ദോസ് ഫ്രം രത്നംസ് ഓൺ കാസ്റ്റ് വെയർ ഫിയർഫുൾ ഓഫ് ആങ്കറിങ് ദ പവർഫുൾ. അപ്പോൾ രത്നത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട സ്വന്തം ജാതിയിൽപ്പെട്ടവർ അവർക്ക് ഭയങ്കര ദേഷ്യമായി. അവരാണ് അവരുടെ മറ്റുള്ളവരുടെ വയലിലൊക്കെ ദൈനംദിനമായും ജോലി ചെയ്യുന്ന തൊഴിലാളികളല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അവർ ജോലിയൊക്കെ കൊടുക്കാതെ ഇരിക്കും. അതുകൊണ്ട് അവരെല്ലാം ഭയങ്കരമായിട്ട് എതിർത്തു. എന്നാൽ രത്നം വാദിച്ചു, എന്താണ്, ദളിത് ഒരു ക്ഷേത്രത്തിൽ പോലും അവരെ
കയറ്റിയിട്ടുണ്ടോ? ദളിത് ഹാഡ് എവർ എൻറ്റേർഡ് ദ ടെമ്പിൾ, ഹൗ കുഡ് ദേ ഡേറ്റി ബി ആംഗ്രി വിത്ത് ദം? പിന്നെ എങ്ങനെ ദേവതയുടെ കോപം ഉണ്ടാകുമെന്നാണ് അവൻ ചോദിക്കുന്നത്. ദി പവർഫുൾ കാസ്റ്റേഴ്സ് ഡിസൈഡ് ടു ടീച്ച് രത്നംസ് ലെസൺ. അപ്പം എന്താണ്, ശക്തരായ ജാതിക്കാർ രത്നത്തെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു വൺ നൈറ്റ് സം മെൻ എൻറ്റേർഡ് ദെയർ പാർട്ട് ഓഫ് ദ വില്ലേജ് ആൻഡ് സെറ്റ് ഹിസ് ഹട്ട് ഓൺ ഫയർ. അവൻ്റെ കുടുംബത്തിൽ രാത്രിയിൽ കുറച്ച് ആളുകൾ വന്ന് തീയിട്ടു. അപ്പം അവിടെ നിന്നും അവൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു, അവനും അവൻ്റെ അമ്മയും. തുടർന്ന് അവൻ എന്താ ചെയ്തത്? രത്നം ദെൻ വെൻ ടു ഫയൽ എ കേസ് ഇൻ ദി ലോക്കൽ പോലീസ് സ്റ്റേഷൻ അണ്ടർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ആക്ട് 1989. അവന് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഏത് നിയമം അനുസരിച്ചാണ്? പട്ടികവർഗ നിയമം 1989 നിയമം അനുസരിച്ച് അവൻ ഇത് ചെയ്തു. എന്നാൽ ദളിത് ഫാമിലി സ്റ്റിൽ ഡിഡ് നോട്ട് കം ഔട്ട് ഇൻ ദി സപ്പോർട്ട്. അവനെ ആരും സപ്പോർട്ട് ചെയ്തില്ല അല്ലേ? ദളിത് ഫാമിലിയിലുള്ളവരും. എന്താണ്, ഇവനെ പോലെ രത്നത്തിനെ പോലെ അവരുമായി തീരുമെന്ന് പേടിച്ച് ആരും അവനെ സപ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആക്ട് 1989. രത്നം സോട്ട് ദ സപ്പോർട്ട് ഓഫ് ലോയെ. രത്നത്തിൻ്റെ പരാതി നിയമത്തിൻ്റെ പിന്തുണ തേടി അല്ലേ? ദെൻ the act was formed in 1989 in response to demand made by Dalit and others that the governments must take seriously the ill treatment and humiliation. അപ്പോൾ ഈ കേസ് സർക്കാർ എന്താണ്, ഗൗരവമായി എടുക്കേണ്ടതാണ് അല്ലേ? ഗ്രാമത്തിലെ ശക്തരായ ജാതിക്കാർ ഈ അക്രമത്തിനെതിരെ സർക്കാർ ഗൗരവമായി ഇതൊക്കെ എടുക്കേണ്ടതാണ് എന്ന് തീരുമാനിച്ചു. ഇനി 1970-ലും 1980-ലും തെക്കേ ഇന്ത്യയിലെ ചില ഭാഗത്ത് നിരവധി ദളിത് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായി. അവരുടെ അവകാശങ്ങളൊക്കെ അങ്ങനെ ഉറപ്പിച്ചു. ദ റിസൾട്ട് ഇൻ ദി മോർ പവർഫുൾ കാസ്റ്റേഴ്സ് അൺലഷിംഗ് വയലൻസ് എഗനസ്റ്റ് ദം ഇൻ ഓർഡർ ടു ഇൻഡിക്കേറ്റ് ടു ദ ഗവൺമെൻറ്റ്സ് ദാറ്റ് അൺടച്ചബിലിറ്റി. ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, അൺടച്ചബിലിറ്റി ഉണ്ടെന്ന് ഗവൺമെൻറ്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദളിത് ഗ്രൂപ്പുകൾ എന്താണ് പുതിയ നിയമമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഡിമാൻഡ് ചെയ്തു. ഓക്കെ, അങ്ങനെ 1970-ലും 1980-ലും ആദിവാസീസ് പീപ്പിൾ സക്സസ്ഫുള്ളി ഓർഗനൈസ് ദെംസെൽസ് ടു ആൻഡ് ഡിമാൻഡ് ഈക്വൽ റൈറ്റ് ഫോർ ദെയർ ലാൻഡ് ടു റിസോഴ്സസ് ടു ബി റിട്ടേൺഡ് ടു ദം. ഭൂമിയും വിഭവങ്ങളുമൊക്കെ തിരികെ നൽകണമെന്ന് അവർ അവകാശപ്പെട്ടു. ദെൻ നെക്സ്റ്റ്, അങ്ങനെ ഈ 1989 ആക്ട് അനുസരിച്ച് കുറ്റകൃത്യങ്ങളെ ഈ നിയമം വേർതിരിക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയാൽ മോഡ്സ് ഓഫ് ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ശാരീരികമായും നമ്മൾ എന്താണ് അപമാനിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യുവാനായിട്ട് പറ്റത്തില്ല എന്ന് തീരുമാനിച്ചു. അതുപോലെ തന്നെ ദെൻ ഇറ്റ് ലിസ്റ്റ് ആക്ഷൻസ് ദാറ്റ് ഡിസ്പോസസ് ദളിത് ആൻഡ് ആദിവാസീസ് ഓഫ് ദെയർ. അപ്പം എന്തെങ്കിലും ശാരീരികമായിട്ട് അവരെ അപമാനിക്കുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്. ദെൻ ഫോഴ്സസ് എ മെമ്പർ ഓഫ് എ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ടു ഡ്രിങ്ക് ഇറ്റ് ഓർ ഈറ്റ് എനി ഇൻഎഡിബിൾ ഓർ ഒബ്നോക്സിയസ് സബ്സ്റ്റൻസസ്. അതായത് ഇത് പട്ടികവർഗത്തിൽപ്പെട്ട അംഗങ്ങളെ നിർബന്ധിച്ച് ഭക്ഷ്യോഗ്യമല്ലാത്ത വസ്തുക്കളൊക്കെ കഴിപ്പിക്കാനോ കുടിപ്പിക്കാനോ ഒന്നുമുള്ള അവകാശം ഇല്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് പരേഡ് ഹിം ഓർ ഹെർ നാക്ഡ് or with painted face or body or commits any similar act which is derogatory to human dignity. അതായത് വ്യക്തിയിൽ നിന്നും വസ്ത്രങ്ങൾ ബലമായി നീക്കം ചെയ്യുവാനോ അവരെ പരേഡ് ചെയ്യുവാനോ നഗ്നതയാക്കുവാനോ ചായം പൂശുവാനോ മുഖത്ത് ചായം പൂശുവാനോ ശരീരത്തൊന്നും ചായം പൂശുവാനോ ഉള്ളതൊന്നും അവകാശമില്ലായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ പണിഷ് ചെയ്യുവാനുള്ള അവകാശമുണ്ടായിരുന്നു. ദെൻ അടുത്തത് പെർഫോമിങ് എന്താണ്? സ്ലേവ് ലേബർ. അവരെ അടിമപ്പണി ചെയ്യിക്കുവാനായിട്ടോ ഒന്നുമുള്ള അവകാശമുണ്ടായിരുന്നില്ല. അവരെ നിർബന്ധിച്ച് അടിമപ്പണി ചെയ്യിക്കുകയോ പിന്നെ അവരുടെ ആ ഭൂമിയിൽ നിന്ന് അവരെ പുറത്താക്കുവാനായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ദളിത് ആൻഡ് ആദിവാസീസ് ഓഫ് ദെയർ മെഗ്രി റിസോഴ്സസ് ഓർ വിച്ച് ഫോഴ്സ് ദം ഇൻ ടു പെർഫോമിങ് സ്ലേവ് ലേബർ. അവരെ സ്ലേവ് ലേബർ ആക്കാൻ പറ്റത്തില്ല. അതുപോലൊക്കെ തന്നെ എന്താണ്
Act recognizes that crimes against Dalit and tribal women are of a specific kind and therefore seeks a penalize anyone who assaults or uses force on any woman belonging to scheduled caste or scheduled tribes with the intent to dishonor her. അപ്പം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട സ്ത്രീകളെ അപമാനിക്കുവാനൊന്നും പറ്റത്തില്ല. ദെൻ നെക്സ്റ്റ് ആദിവാസി ഡിമാൻഡ് ആൻഡ് ദി 1989 ആക്ട്. ദ 1989 ആക്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അനദർ റീസൺ. അപ്പോൾ 1989 നിയമം മറ്റൊരു പ്രധാന കാരണമാണ്. അതായത് ആദിവാസി ഭൂമി കൈവശപ്പെടുത്താനുള്ള അവകാശം സംരക്ഷിക്കുക, അത് പരമ്പരാഗതമായി അവരുടേതാണ് അല്ലേ. ആസ് യു റീഡ്, ആദിവാസി activist refers to it to defend their right to occupy a land that was traditionally theirs അല്ലേ. ആദിവാസികൾ നിർബന്ധമായിട്ട് അവരെ നാട് കടത്തുകയൊക്കെ ചെയ്തില്ലേ. അവരുടെ ഗോത്രഭൂമിയിലെ ബലമായി ആക്രമിച്ച് കടക്കുന്നവരെ നിയമപരമായി ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആദിവാസി ജനതയുടെ ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനോ കഴിയത്തില്ലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഗോത്രവർഗക്കാരുടെ അവകാശം ഉറപ്പുവരുത്തുക, അവരുടെ ഭൂമി തിരിച്ചു പിടിക്കുക, ഇതൊക്കെ ആയിരുന്നു 1989 നിയമം അനുസരിച്ച്. ഇതിനകത്ത് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് CK ജാനു. ആദിവാസി ആക്ടിവിസ്റ്റ് ആയിരുന്നു. CK ജാനു പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ, ഭരണഘടന അവരുടെ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നു അല്ലേ. അപ്പോൾ ഹാസ് ഓൾസോ പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് വൺ ഓഫ് ദ വയലേറ്റേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ഗ്യാരണ്ടി ടു ട്രൈബൽ പീപ്പിൾ ആർ ഗവൺമെൻറ്റ്സ് ഇൻ ദി വേരിയസ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ. അതായത് എന്താണ് ഇതിനകത്ത് പറയുന്നുണ്ട്, എന്താണ് ടിമ്പർ മർച്ചൻസ്, പേപ്പർ മിൽസ്, അവർക്കൊന്നും ഇവരുടെ, അതായത് ഈ ഗോത്രവർഗക്കാരുടെ ഗോത്രവർഗക്കാരെ കയ്യേറ്റക്കാരില്ലേ, തടി വ്യാപാരികളും പേപ്പർ മില്ലുകളും ഒക്കെ, അവരൊക്കെ ഇല്ലേ, അവർ ഈ ഗോത്രവർഗക്കാരെയൊക്കെ ചൂഷണം ചെയ്യുന്നില്ലേ, അതൊന്നും നടക്കാൻ പറ്റത്തില്ല. പരമ്പരാഗത വനങ്ങളിൽ നിന്ന് ഗോത്രവർഗക്കാരെ ബലമായിട്ട് പുറത്താക്കാനായിട്ട് പറ്റത്തില്ല. ഈ CK ജാനു പറയുന്നത് അതാണ്. അപ്പം ഈ വനങ്ങളൊക്കെ വന്യജീവി സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റാതെ എന്താണ്, ഇത് ഇവരുടെ ആദിവാസികളുടെ സ്ഥലമല്ലേ, അതൊന്നും അവരെ കുടിയൊഴിപ്പിക്കാതെ അവരുടെ ദേശങ്ങളിലേക്ക് അവരെ ഒഴിപ്പിച്ച് അവരെ അങ്ങ് ഓരോരുത്തരത്തോട് മാറ്റത്തില്ല, അതൊന്നും ഇനിയും പറ്റത്തില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നാണ് പറയുന്നത്. അല്ലെ അവർക്ക് അവരെ മാറ്റി താമസിപ്പിക്കുകയോ അവർക്ക് എന്തെങ്കിലും ജോലി നൽകുകയോ ഒക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഗവൺമെൻറ് കെട്ടിടത്തിനായി ഒരുപാട് ഗവൺമെൻറ് സ്പെൻഡ് ലാർജ് സംസ് ഓഫ് മണി ഓൺ ബിൽഡിങ്സ്. കെട്ടിടത്തിനായി ധാരാളം പണം ചെലവാക്കുന്നില്ലേ. അപ്പോൾ ആദിവാസികൾ നിൽക്കുന്ന ഭൂമിയിൽ വ്യവസായം തുടങ്ങുന്നു. ഇത് കുടിയൊഴിപ്പിക്കലിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ള തുക നൽകണമെന്നാണ് പറയുന്നത്. ഓക്കെ.